കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിൽ ലൈബീരിയയിൽ കുടുങ്ങിയ കോട്ടയം സ്വദേശി ജയകുമാറിനെ തിരികെ നാട്ടിലെത്തിച്ചു. തൊഴിൽ തട്ടിപ്പിനിരയായി ലൈബീരിയയിൽ കുടുങ്ങിയതാണ് ജയകുമാർ. സ്വന്തം ചെലവിൽ പണം മുടക്കിയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ജയകുമാറിനെ നാട്ടിലെത്തിച്ചത്. സുരേഷ് ഗോപിയോടുള്ള നന്ദി ഏറെ വൈകാരികമായി അറിയിക്കുകയാണ് ജയകുമാറും ഭാര്യയും. സന്തോഷം തിരികെ കിട്ടിയതിന്റെ ആശ്വാസത്തിലാണ് ജയകുമാറും കുടുംബവും. സമാനതകളില്ലാത്ത പ്രതിസന്ധി നേരിട്ട കുടുംബത്തിന് വെളിച്ചമായത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കൊടിയ ദുരിതമാണ് കഴിഞ്ഞ 8 മാസമായി ജയകുമാർ ലൈബീരിയയിൽ നേരിട്ടത്. ഭക്ഷണമില്ല, താമസിക്കാൻ സൗകര്യമില്ല, രോഗബാധിതനുമായി. ജയകുമാറിനെ എങ്ങനെയും നാട്ടിലെത്തിക്കണം. കുടുംബം ഇതിനായി നിരവധി ജനപ്രതിനിധികളെ സമീപിച്ചെങ്കിലും ആശ്വാസമായത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാത്രം. സംഭവം അറിഞ്ഞപ്പോൾ തന്നെ ലൈബീരിയയിൽ ജയകുമാറിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും സുരേഷ് ഗോപി ഏർപ്പാടാക്കി. സുരേഷ് ഗോപി സ്വന്തം ചെലവിൽ ജയകുമാറിനെ നാട്ടിലുമെത്തിച്ചു. വീട്ടിൽ ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം സന്തോഷവാനായി കഴിയുന്ന ജയകുമാർ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലുകളെപ്പറ്റി പറയുമ്പോൾ ആ വാക്കുകളിലേറെയും അദ്ദേഹത്തോടുള്ള വൈകാരികമായ നന്ദി മാത്രം. സുരേഷ് ഗോപി സാറിൻ്റെ ഓഫീസിൽ നിന്നും എൻ്റെ വീടുമായിട്ട് കോൺടാക്ട് ചെയ്ത് വിവരങ്ങൾ ശേഖരിക്കുകയും അതിന് പ്രകാരം മുമ്പോട്ടുള്ള കാര്യങ്ങൾ സ്പീഡപ്പ് ചെയ്ത് എന്നെ നാട്ടിലെത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്തതിൻ്റെ പേരിലാണ് ഞാൻ ഇപ്പോൾ ഇവിടെ എൻ്റെ വീട്ടിലിരുന്ന് ഈ സംസാരിക്കാനുള്ളൊരവസരം ഉണ്ടായത്. അതിൽ എൻ്റെ അകമഴിഞ്ഞ നന്ദിയും കടപ്പാടും ഞാൻ ആദ്യമായി അറിയിക്കുകയാണ്. ഭാര്യ ദീപയ്ക്കും പറയാനുള്ളത് കേന്ദ്രമന്ത്രിയോടുള്ള നന്ദി മാത്രം. കൂടുതലൊന്നും പറയാനില്ല. ഇതിന് ഇനി പ്രവർത്തിച്ചവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി, പ്രത്യേകിച്ച് സുരേഷ് ഗോപി സാറിന്. മൈനിങ് കമ്പനിയിലേക്ക് ജോലി എന്ന് വിശ്വസിപ്പിച്ചുള്ള തട്ടിപ്പിനാണ് ജയകുമാർ ഇരയായത്. ജനുവരിയിൽ ലൈബീരിയയിലെത്തിയ ശേഷമാണ് നിയമാനുമതികൾ ഒന്നും കമ്പനിക്കില്ലെന്ന് തിരിച്ചറിഞ്ഞത്. ജയകുമാർ ലൈബീരിയയിൽ കുടുങ്ങിക്കിടക്കുന്ന വിവരം പുറം ലോകത്തെ അറിയിച്ചത് ജനം ടിവിയാണ്. ജനം, കോട്ടയം.